സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ വരെ 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. പൊതുമരാമത്ത്, റെസ്റ്റ് ഹൌസ് അടക്കമുള്ള അതിഥി മന്ദിരങ്ങൾ മുഖം മിനുക്കി ആഡംബര ഹോട്ടലുകളെ തോൽപ്പിക്കുമെന്നും അവകാശവാദമുണ്ട്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് 2 സർക്കാർ അതിഥി മന്ദിരങ്ങളുണ്ട്. ഒന്ന് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസും രണ്ടാമത്തേത് അഴൂരിലെ KTDCയുടെ ഗസ്റ്റ് ഹൌസുമാണ്. എന്നാൽ നവകേരള സദസ്സിന് പത്തനംതിട്ടയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രി തങ്ങിയത് കുമ്പഴയിലുള്ള 3 സ്റ്റാർ ബാർ ഹോട്ടലായ ഹിൽസ് പാർക്കിലാണ്. ഒപ്പമുള്ള മന്ത്രിമാരിൽ ചിലർ സർക്കാർ അതിഥി മന്ദിരങ്ങൾ വിശ്രമത്തിന് ഉപയോഗിച്ചു. സർക്കാരിന്റെ നേട്ടമായി എടുത്തുകാട്ടുന്ന അതിഥി മന്ദിരങ്ങളുടെ നവീകരണം പക്ഷേ മുഖ്യമന്ത്രി സ്വകാര്യ ആഡംബര ഹോട്ടലിനെ ആശ്രയിച്ചതോടെ പൊളിഞ്ഞുവെന്ന് പറയപ്പെടുന്നത്. പത്തനംതിട്ട റൺവേ റോഡിൽ മാർത്തോമ HSSന് എതിർവശത്തായുള്ള പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് അടുത്തിടെ നവീകരിച്ചു. VIP റൂം അടക്കം ആവശ്യമായ സൗകര്യങ്ങളും വെടുപ്പും വൃത്തിയുമുള്ളതാക്കിയിട്ടുണ്ട്. മതിൽക്കെട്ടിനകത്ത് കെട്ടിടത്തെ ചുറ്റി ആവശ്യമായ സുരക്ഷയൊരുക്കാനും കഴിയും. അഴൂരിലെ KTDC ഗസ്റ്റ് ഹൌസും സുരക്ഷ ഏറെയുള്ളതാണ്. അതിനൊപ്പം തന്നെ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മിക്കവാറും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇവിടെയാണ് ചെലവഴിക്കാറുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് മുഖ്യമന്ത്രി കുമ്പഴയിലെ ആഡംബര ഹോട്ടലിലേക്ക് പോയത്. ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്ന പത്തനംതിട്ട കുമ്പഴ റോഡ് ഇതുകാരണം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. കണ്ണങ്കര മുതൽ കുമ്പഴ വരെ ഈ റോഡിലൂടെയുള്ള സഞ്ചാരം നരകതുല്യമായിരുന്നു. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. മണ്ഡലകാലം വന്നിട്ട് പോലും റോഡ് നന്നാക്കാനുള്ള ശ്രമം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ധൃതി പിടിച്ച് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.